ആ ജാലവിദ്യയാണ്. അതിനെക്കുറിച്ച് നോക്ക്, സൂറത്തു ശുആറയിലെ 41, 48 വചനങ്ങളുടെ വിശദീകരണത്തിൽ അമാനി മൗലവി എഴുതുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. മൂസാ നബിക്ക് തോന്നി എന്ന് പറയുന്ന സിഹിർ ഇവർ പറയുന്ന സിഹിറല്ല, കാര്യകാരണ ബന്ധത്തിന് അതീതമായി ഫലിക്കുമെന്ന് ഇവർ പ്രചരിപ്പിക്കുന്ന, നബിക്ക് ഫലിച്ചു എന്ന് ഇവർ പ്രചരിപ്പിക്കുന്ന സിഹിറല്ല. നേരെ മറിച്ച് അമാനി മൗലവി കൃത്യമായി വിശദീകരിച്ചു. കേട്ടോളൂ നിങ്ങൾ, സൂറത്തു ശുആറയിലെ ഈ 41 മുതൽ 48 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം ഇതിന്റെ 3-ാം വാല്യത്തിൽ വിശദീകരിക്കുകയാണ്. എന്തോ ചില രാസപ്രയോഗങ്ങളുടെയോ മറ്റോ സഹായത്താൽ പൊതുജനദൃഷ്ടിയിൽ പാമ്പുകളാണെന്ന് തോന്നിക്കുന്ന വിധം ജാലവിദ്യക്കാർ നടത്തിയ പ്രദർശനം പാടെ പരാജയപ്പെട്ടു. എന്താണ് നടത്തിയത്? എന്തോ ചില രാസപ്രയോഗങ്ങളുടെയോ മറ്റോ സഹായത്താൽ പൊതുജനദൃഷ്ടിയിൽ പാമ്പുകളാണെന്ന് തോന്നിക്കുന്ന വിധം ജാലവിദ്യക്കാർ നടത്തിയ പ്രദർശനം പാടെ പരാജയപ്പെട്ടു. ഇതവിടെ നടന്ന സീർ. അവർ നിലത്തിട്ടിരുന്ന കയറുകളും വടികളുമാകുന്ന കൃത്രിമ പാമ്പുകളെയെല്ലാം മൂസാ അലൈഹിസ്സലാം നബിയുടെ വടിയാകുന്ന ഭയങ്കരനായ ആ പെരുമ്പാമ്പ് വിഴുങ്ങിക്കളഞ്ഞു. അവർ പരാജയം സമ്മതിച്ചു. അത് ദൈവിക ദൃഷ്ടാന്തം തന്നെയാണെന്ന് അവർക്ക് ശരിക്കും ബോധ്യപ്പെട്ടു. അവർ ലോകരക്ഷിതാവിൽ വിശ്വസിക്കുകയും അവന് സുജൂദായി നിലംപതിക്കുകയും ചെയ്തു. തങ്ങളുടെ വിശ്വാസം ഒട്ടും ധൈര്യക്ഷയം കൂടാതെ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു, ഫിറഔന് ഇത് വമ്പിച്ച അടിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. എന്താ മാനിമോലേതിയെ അവിടെ ഫലിച്ചു. മൂസാ നബിക്ക് തോന്നി എന്ന് പറഞ്ഞ എന്താ? അത് കൃത്രിമമായി ഉണ്ടാക്കിയതാ. കയറുകളും വടികളൊക്കെ ഇട്ട് ചില രാസപ്രയോഗങ്ങളൊക്കെ നടത്തിയതാ. ഇവര് പറയുന്ന ഈ കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ടുള്ള സിഹിറല്ല, അത് ജാലവിദ്യ. അത് നാട്ടിലൊക്കെ നടക്കലുണ്ട്. സ്കൂൾ കുട്ടികളെ മുമ്പിൽ വരെ അവതരിപ്പിക്കും. അദ്രഹ്മാൻ കുട്ടിയോട് വിളിക്കും, അദ്രഹ്മാൻ പടവാ ഒരു ടൗസർ കൊടുത്തു ജാലവിദ്യക്കാരൻ, ഇതിന് വല്ലതും ഉണ്ടോ നോക്കിയാ ഒന്നുമില്ല. എന്നിട്ട് ജാലവിദ്യക്കാരൻ ആ ടൗസർ ഒന്ന് അദ്രഹ്മാന്റെ ബാക്കിലൊന്ന് പിടിച്ചിങ്ങനെ കുലുക്കി. ഇങ്ങോട്ട് അദ്രഹ്മാനോട് തപ്പി വെക്കാൻ പറഞ്ഞു. ആ കോഴിമുട്ട, അദ്രഹ്മാൻ മുട്ടട്ടെ. ഓ അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ കെളുമ്പ്യനായി പോകും അദ്രഹ്മാൻ. പാവം മുട്ടട്ടണോ? അതൊരു മെസ്മരിസം, കൈയൊതുക്കം, അത്രേ ഉള്ളൂ. അത് പഠിച്ചെടുക്കാവുന്നതാ. അതല്ല ഇവിടെ വിഷയം. മൂസാ നബിയുടെ മുമ്പിൽ അവതരിപ്പിച്ച സിഹിർ അതാ. അത് ഫലിക്കൂല എന്നുള്ളതല്ല. അത് ചില രാസപ്രയോഗങ്ങളെ കൊണ്ടൊക്കെ ഇന്നിപ്പോ മുതുകാടൊക്കെ നടത്തുന്നുണ്ട് പലതും. അന്ന് നടത്തിയതിനേക്കാൾ പലതും നടത്തുന്നുണ്ട്. അതിങ്ങനെ തോന്നിപ്പിക്കാൻ സാധിക്കും. അതല്ല, ആ സിഹിറല്ല ഇവിടെ വിഷയം. അത് രാസപ്രയോഗമായിരുന്നു എന്ന് അമാനി മൗലവി കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷ 3-ാം വാല്യം നംലിനു മുമ്പുള്ളതാ. സക്കരിയാക്കൾക്ക് എന്താ വിശദീകരിക്കാനുള്ളത്? പറയേണ്ടതുണ്ട്. അമാനി മൗലവിയെ വലിച്ചിഴച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇനി ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട വാദം എന്താണ്? നിങ്ങൾ കട്ടുകേൾവി നിലച്ചിട്ടില്ല, ഇന്നും നടക്കുന്നുണ്ട്. അത് സൂറത്തു സ്വാഫാത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാ. കേട്ടോളൂ നിങ്ങൾ ആ പ്രസംഗം. എന്നിട്ട് നമുക്കൊന്ന് കേൾക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ ഖുർആൻ അത് പറയാത്തൊരു വിഷയം നമ്മൾ പറയുകയില്ല. നമ്മൾ പറഞ്ഞത് ഉള്ളതാണ്. ഇങ്ങനെ ചില സംഭവിക്കുന്നത് ഖുർആനിലുള്ളത് ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞു. ഇല്ലാമൻ ഖതിഫൽ ഖത്ഫത ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ് എന്ന സൂറത്ത് സ്വാഫാത്തിന്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിലും നമുക്കിത് കാണുവാൻ സാധിക്കും. കട്ടുകൾക്ക് നിലച്ചിട്ടില്ല, ഇന്നും നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഖുർആനിലില്ലാത്ത വിഷയം പറയുകയില്ല എന്നാ. ഖുർആനിലുള്ളതാ ഒരു പറഞ്ഞത്. കട്ടുകേൾവി നിലച്ചിട്ടില്ല. കാരണം എന്താ? സൂറത്ത് സ്വാഫാത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാമൻ ഖതിഫൽ ഖത്ഫത എന്ന് പറഞ്ഞിട്ടുണ്ട്. അമാനി മൗലവി വിശദീകരിച്ചിട്ടുണ്ട് എന്നാ. നമ്മൾ സൂറത്ത് സ്വാഫാത്ത് മാത്രം എടുക്കണ്ട. സൂറത്ത് സ്വാഫാത്തിലെ 6 മുതൽ 10 വരെയുള്ള വചനങ്ങൾ എടുക്കുക. അതേ രീതിയിൽ സൂറത്തു ജിന്നിലെ 8 മുതൽ 9 വരെയുള്ള ആയത്തുകൾ എടുക്കുക. സൂറത്തു ശുആറയിലെ 221, 223 വചനങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാലേ നമുക്ക്. അമാനി മൗലവിയുടെ പരിഭാഷ 4-ാം വാല്യം സൂറത്ത് ജിന്നെടുത്തോളൂ. 8-9 ആയത്തുകള്. ഏതാ? വന്നാ ലമസ്ന സമാ ഫവജദ്നാഹാ മുലിയത്ത് ഹറസൻ ശദീദ വശുഹബാ വന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സമഅ ഫമൻ യസ്തമിഉ അൽആന യജിദ് ലഹു ശിഹാബൻ റസദാ. അർത്ഥം, നാം ആകാശത്തെ സ്പർശിച്ചു നോക്കി, അപ്പോൾ അത് ശക്തിമത്തായ പാറാവുകാരാലും തീജ്വാലകളാലും നിറക്കപ്പെട്ടിരിക്കുന്നതായി നാം കണ്ടെത്തി എന്നും നാം അതിൽ ആകാശത്തിൽ നിന്ന് ചില ഇരിപ്പിടങ്ങളിൽ കേൾക്കുവാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ചെവി കൊടുക്കുന്ന കേൾക്കാൻ ശ്രമിക്കുന്നതായാൽ അവനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീ
തീജ്വാലയെ അവൻ കണ്ടെത്തുന്നതാണ് എന്നും പ്രസ്താവിച്ചു. ജിന്നുകൾ പ്രസ്താവിച്ചത് പറയാ. വിശദീകരണം കേട്ടോ. മുൻകാലത്ത്, ശ്രദ്ധിച്ചോളൂ നിങ്ങൾ, ഇപ്പോഴല്ല, മുൻകാലത്ത് ആകാശത്തു ചില പ്രത്യേക സ്ഥലങ്ങളിൽ കയറിച്ചെന്നു പതിയിരിക്കുകയും ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് വല്ലതും ഉപായത്തിൽ കേൾക്കുകയും അതിൽ വളരെയേറെ വ്യാജങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ വിവരം തങ്ങളുടെ സേവകരും ആരാധകരുമായ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ജിന്നുകളിലെ ദുഷ്ടജനങ്ങളായ പിശാചുക്കളിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ നിയോഗത്തോടുകൂടി അവർക്ക് ആകാശത്തിലേക്കുള്ള പ്രവേശനം തടയപ്പെട്ടു. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ നിയോഗത്തോടുകൂടി അവർക്ക് ആകാശത്തേക്കുള്ള പ്രവേശനം തടയപ്പെട്ടു. പ്രത്യേകം ചില കാവലുകൾ ഏർപ്പെടുത്തുകയും നക്ഷത്രങ്ങളിൽ നിന്നുള്ള ഉൽക്കകളാൽ അവർ എറിഞ്ഞാട്ടപ്പെടുകയും ചെയ്തു. ഇതിനെപ്പറ്റിയാണ് ജിന്നുകളുടെ ഈ പ്രസ്താവന. ഈ വിഷയം ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് വിവരിച്ചിട്ടുള്ളതാണ്. ഈ വിഷയകമായി ഈ വചനങ്ങളടക്കം വന്നിട്ടുള്ള പല ഖുർആൻ വാക്യങ്ങളും നബി വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സൂറത്തു ഹിജ്റിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം വേണ്ടത്ര വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജിന്നും മനുഷ്യനും ഒരേ വർഗം തന്നെയാണെന്ന വാദക്കാരുടെ ദുർവ്യാഖ്യാനങ്ങളും ദുർന്യായങ്ങളും അവിടെ എടുത്തുകാട്ടി അവക്കെല്ലാം ശക്തിയുക്ത മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കൂടുതലൊന്നും പ്രസ്താവിക്കേണ്ടുന്ന ആവശ്യമില്ല. ബാക്കി പറയാം. ആകാശത്തേക്കുള്ള തങ്ങളുടെ പ്രവേശം തടയപ്പെട്ടു കണ്ടപ്പോൾ എന്തോ ഒരു പ്രധാന സംഭവം നടന്നിരിക്കുമെന്ന് ജിന്നുകൾ മനസ്സിലാക്കുകയുണ്ടായെന്നും അതെന്തായിരിക്കുമെന്ന് അവർ പല ഭാഗത്തും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവെയാണ് അവരിൽ ഒരു കൂട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാൻ ഇടയായതെന്നും ഹദീസിൽ വന്നിട്ടുള്ളതെന്നും നാം അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? എന്നാ കട്ടുകെട്ടിരുന്നത്? മുൻകാലത്ത് ആകാശത്ത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കയറി ചെന്ന് പതിയിരിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴല്ല. പ്രവാചകന്റെ നിയോഗത്തിനു മുമ്പ് അമാനി മൗലവി സൂറത്തു ജിന്നിലെ 8-9 വചനങ്ങളിൽ 4-ാം വാള്യത്തിൽ വിശദീകരിച്ചു. തള്ളി പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അമാനി മൗലവി പറിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പറയും നിങ്ങൾ. ഇനിയോ സൂറത്തു സ്വാഫാത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അമാനി മൗലവി 6 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വിശദീകരിച്ചിട്ട് അമാനി മൗലവി വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. നക്ഷത്രങ്ങൾ മൂലം പിശാചുക്കളെ ആട്ടുന്നതിനെ കുറിച്ച് ഇവിടെ എന്ന പോലെ സൂറത്തു ഹിജ്ർ 17-18 വചനങ്ങളിലും സൂറത്തു ജിന്ന് 8-9 വചനങ്ങളിലും ആ 8-9 അപ്പൊ നമ്മൾ വായിച്ചത് വ്യക്തമായ ഭാഷയിൽ തന്നെ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഈ 3 സൂറത്തുകളിലും ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതിന്റെ ചുരുക്കം ഇതാണ്. മലൗലായിൽ മലക്കുകളാകുന്ന ഉന്നത സമൂഹത്തിൽ നിന്ന് വല്ലതും കട്ടുകേൾക്കുവാനായി ഉപായത്തിൽ ആകാശത്തിലേക്ക് ചെല്ലുന്ന മുരട്ടുശീലക്കാരായ പിശാചുക്കളെ എറിഞ്ഞാട്ടുവാനും അവരിൽ നിന്ന് ആകാശത്തെ സുരക്ഷിതമാക്കുവാനും അള്ളാഹു നക്ഷത്രങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. പിശാചുക്കൾ വല്ല വാർത്തയും തഞ്ചത്തിൽ കട്ടുകേൾക്കുവാൻ ശ്രമിച്ചാൽ അവർക്ക് നാനാഭാഗത്തു നിന്നും ഏറുബാധിക്കും. അതവരെ ആട്ടിക്കളയും. അവർക്ക് ഇതിനു പുറമെ വമ്പിച്ച ശിക്ഷ, നരകശിക്ഷ ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ധിക്കാരികളായ വല്ല പിശാചുക്കളും മലൗലായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാർത്ത തട്ടിയെടുത്തു പോന്നാൽ തന്നെ ഉടനെ തുളച്ചു ചെല്ലുന്ന ശക്തിയേറിയ ഒരു ജ്വാല ഉൽക്ക അവനെ പിന്തുടർന്ന് അവനെ നശിപ്പിക്കുകയും ചെയ്യും. ആരെങ്കിലും ഒരു തട്ടിയെടുത്താൽ തുളച്ചു ചെല്ലുന്ന ഒരു തീജ്വാല ഉടനെ അവനെ പിന്തുടരുന്നതാണ്. തട്ടിയെടുക്കാൻ സാധ്യല്ല. ഇനി വല്ല നിലക്ക് തട്ടിയെടുത്താൽ എത്തണിന്റെ മുമ്പ് അവനെ കരിച്ചു കളയും. അമാനി മൗലവി കൃത്യമായിട്ട് വിശദീകരിച്ചു. ഇനി എവിടെയാ കട്ടുകേൾവിയുള്ളത്? വിശദീകരിക്കണം. സക്കരിയാക്കൾ അമാനി മൗലവിയെ ദുരുപയോഗപ്പെടുത്തി നിങ്ങളുടെ തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന